ഇനി കണ്ടതും കാണാത്തതും. കേരളം ഭ്രാന്താലയമെന്ന് പണ്ട് ഒരു മഹാൻ പറഞ്ഞത് സത്യമല്ലേ? കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു. ഓരോ മഴക്കാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പും മഴ തകർത്തു പെയ്യുമ്പോഴും പനി ബാധിച്ച് കുറെ കേരളീയർ മരിക്കുന്നു. അവരിൽ പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ഉൾപ്പെടുന്നു. ആരോഗ്യവകുപ്പ് ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരും തക്ക സമയത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാതെ വൈറസുകളെ പഴി പറഞ്ഞ് തടിത്തപ്പുന്നു. വൈറസ് ശക്തി പ്രാപിച്ചതാണ് പനി ബാധിച്ചവർ സുഖപ്പെടുവാൻ താമസം വരുന്നതെന്നും ചിലർ പരലോകം പ്രാപിക്കുന്നതെന്നുമാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പ് ഇറക്കിയത്. മരുന്നുകളുടെ ഗുണനിലവാരം കുറഞ്ഞോ എന്ന് ഇവർ അന്വേഷിച്ചിട്ടില്ല. പാകിസ്ഥാൻകാർ വൈറസിനെ കയറ്റിവിട്ടതാണെന്ന് ഈ വിദ്വാൻമാർ പറയാത്തത് ഭാഗ്യം. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ, സർക്കാർ തീറ്റിപ്പോറ്റുന്നവർ തങ്ങളുടെ അവകാശത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ? യഥാസമയം ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനും പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും തയ്യാറാകാതെ അവകാശം സംരക്ഷിക്കുവാൻ മിന്നൽ പണിമുടക്ക് നടത്തിയും ആഴ്ചതോറും ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തിയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സർക്കാർ സേവകർ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമല്ലേ ഹനിക്കുന്നത്? ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് തൊടുപുഴയിലും സമീപ പഞ്ചായത്തുകളിലും പനി പടർന്നു പിടിച്ചിട്ട് 1.5 മാസത്തിലേറെയായി. ഇതിനോടകം 4ഓളം ആളുകൾ പനി ബാധിച്ച് മരിച്ചു. രക്തം അന്വേഷിച്ച് പനി ബാധിതരുടെ ബന്ധുക്കൾ പരക്കം പായുന്നു. നാട്ടിൽ ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടായപ്പോൾ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 4 ദിവസമായി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ അവകാശം സംരക്ഷിക്കുവാൻ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. ഇവർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ CPM CPI നേതാക്കൾ ഓരോ ദിവസവും മത്സരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു. നാട് പകർച്ചവ്യാധിയിൽ പിടയുമ്പോൾ അവകാശ പോരാട്ടം നടത്തുന്നത് മാനുഷികമോ? നാട് പനിയിൽ വിറച്ചു നിൽക്കുമ്പോൾ ഭരിക്കുന്നവർ കസേര സംരക്ഷിക്കുവാനും കസേര നേടാനുമുള്ള പോരാട്ടത്തിലാണല്ലോ. കേരളം പകർച്ചവ്യാധിയിൽ പകച്ചു നിൽക്കുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള നാണം കെട്ട ഈ പരിപാടിക്ക് 1 മാസത്തേക്കെങ്കിലും അവധി നൽകുവാനുള്ള മര്യാദ കാണിക്കരുതോ? മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആരായാലും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് സംരക്ഷണം കൊടുക്കുവാൻ താല്പര്യമില്ലാത്തവർ എന്ത് ജനസേവകരാണ്? അധികാരത്തിലെത്തിയപ്പോൾ ഓരോ മന്ത്രിയും അവരവരുടെ വകുപ്പുകൾ വീട്ടുകാർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയല്ലേ? മക്കളും മരുമക്കളും മരുമക്കളുടെ അപ്പന്മാരും ഇവരൊക്കെയല്ലേ ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത്? പരിസര ശുചീകരണത്തിലും ശുദ്ധജലം നൽകുന്നതിലും വേണ്ടത്ര ശ്രദ്ധിക്കാത്തതല്ലേ പനി ഇങ്ങനെ പടർന്നു പിടിക്കാൻ കാരണം? ആരോഗ്യരംഗത്ത് ചിലവഴിക്കുന്ന പണത്തിന്റെ പകുതിയിലേറെയും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും തട്ടിയെടുക്കുന്നതല്ലേ യഥാർത്ഥ പ്രശ്നം? മരുന്ന് കമ്പനിക്കാർക്ക് ചാകരക്കൊയ്ത്തിന് അഡ്വാൻസ് വാങ്ങിയ ആളുകളും നമ്മുടെ നാട്ടിൽ കാണുമല്ലോ. എന്തായാലും കേരളം ഇപ്പോൾ ശരിക്കും ഭ്രാന്താലയം തന്നെ.